ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് എം ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, കീപ് ദ എഞ്ചിൻ വാം. എഞ്ചിൻ വാം ആയിട്ടിരിക്കുമ്പോൾ സ്ലെഡ്ജ് കുറവായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഡ്രെയിൻ ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. എം ടിക്ക് വരുന്നത് 19 mm സോക്കറ്റ് സൈസാണ്. താഴെയാണ് എഞ്ചിൻ ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ട് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും വണ്ടി ചരിച്ചു കൊടുക്കാം. എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എഞ്ചിൻ ഓയിലിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡാണ്. അതിന് 8 mm സോക്കറ്റ് സൈസാണ് വരുന്നത്. നമുക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡിലെ ക്യാപ്പ് റിമൂവ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടെ റീപ്ലേസ് ചെയ്യണം. ഒരു കോട്ടൺ വേസ്റ്റ് യൂസ് ചെയ്ത് എഞ്ചിൻ ഓയിലിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. വണ്ടി രണ്ട് സൈഡിലേക്കും ചരിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഡ്രെയിൻ ആയിട്ട് വന്നു എന്നുള്ളതായിട്ട് ഉറപ്പ് വരുത്തുക. യമഹ എം ടിക്ക് എഞ്ചിൻ ഓയിൽ ഗ്രേഡ് വരുന്നത് 10W40 ആണ്. നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് മോട്ടിയോറിലെ 10W40 പെർഫോമൻസ് സീരീസ് ഓയിലാണ്. എപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഡിപ്പ് ചെയ്ത് വെച്ച പുതിയ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഓയിലിൻ്റെ ക്യാപ്പ് റീടൈറ്റ് ചെയ്യാം. റീടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക. പക്ഷേ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. എവരി ഓയിൽ ചേഞ്ച് ഇൻ്റർവെല്ലും ഓയിൽ ഫിൽറ്ററിൻ്റെ റബ്ബർ സീലും റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. യമഹ എം ടിക്ക് ഓയിൽ ഡ്രെയിൻ ബോർഡിൻ്റെ സൈഡിലും ഒരു മെറ്റൽ ഫിൽറ്റർ വരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പുതിയ എഞ്ചിൻ ഓയിൽ റീഫിൽ ചെയ്യാം. എം ടിയുടെ റീഫില്ലിംഗ് കപ്പാസിറ്റി വരുന്നത് 850 ml ആണ്. R15നും എം ടിക്കും സെയിം ml വരുന്നത്. എപ്പോഴും എഞ്ചിൻ ഓയിൽ റീഫിൽ ചെയ്തിട്ട് ഡിപ്പ് സ്റ്റിക്കിൽ കറക്റ്റ് ഓയിൽ ലെവലാണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. എപ്പോഴും എഞ്ചിൻ ഓയിൽ റീഫില്ലിന് ശേഷം 2 to 3 minutes വെഹിക്കിൾ ഐഡിയൽ സ്റ്റാർട്ടിലിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.